നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ പരീക്ഷണങ്ങൾ അത്യാവശ്യമൊക്കെ അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. പലർക്കും പല രീതിയിലാണ്. പരീക്ഷണങ്ങൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ അതൊരു പുതുമയായിട്ടുള്ള വാക്കൊന്നുമല്ല. ഇപ്പം ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ചുവടെയായിട്ട് കമൻസുകളും വായിക്കാറുണ്ട്. എന്താ ഗുരുവായൂരപ്പ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, എൻ്റെ കുടുംബത്തെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റുകൾ കാണാം. സങ്കടത്തോടെയാണ് ആ പരീക്ഷണങ്ങളെ കുറിച്ചിട്ട് എല്ലാവരും പറയുന്നത്. അപ്പോൾ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ചിലർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷണങ്ങൾ കിട്ടും, ചിലർക്ക് അങ്ങനെ കുറച്ച് സമയത്തിനൊരു ഇടവേളയൊക്കെ ഉണ്ടായിരിക്കും. അപ്പം എന്നിരുന്നാലും അതേക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ പരീക്ഷണങ്ങൾ വരുന്നത്, എന്തുകൊണ്ടാണ് ആ പരീക്ഷണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് ഭഗവാൻ നമ്മളെ തിരഞ്ഞെടുക്കുന്നത്, അതേക്കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ചൂടെയായിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഭക്തർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ ഇന്ന് ഉത്തരം പറയാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ അലങ്കാരങ്ങളും പറയുന്നുണ്ട് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ അലങ്കാരവും ഭഗവതി അമ്മയുടെയും ഗണപതിയുടെയും അയ്യപ്പൻ്റെയും ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലെ ഗുരുവായൂരപ്പൻ മത്സ്യാവതാരം പൂർത്തിയായിട്ടായിരുന്നു കേട്ടോ ശ്രീലകത്തുണ്ടായിരുന്നത്. അതായത് താഴേക്ക് ഇങ്ങനെ മത്സ്യത്തിൻ്റെ ഒരു രൂപത്തിലും മുകളിലേക്ക് ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ട് ചതുർബാഹുവായിട്ട് നിൽക്കുന്ന നാരായണനായിട്ടുമായിരുന്നു. നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ മുഖത്തേക്കൊക്കെ നോക്കുന്ന സമയത്ത് ഒരു കൗതുകത്തോട് കൂടിയിട്ട് നമ്മൾ നോക്കുന്ന പോലെയായിട്ടാണ് എനിക്ക് ഇന്നലെ തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 4 കൈകളിലും 4 തൃക്കൈകളിലും ശംഖും ചക്രവും ഗദയും പത്മവും ഒക്കെ ആയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. 3 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം വെള്ളയും ചുവപ്പുമായിരുന്നു, പിന്നെ ഒരെണ്ണം മുഴുവനായിട്ട് ചുവപ്പായിരുന്നു, പിന്നെ ഒരെണ്ണം വെള്ളയും പച്ചയും. ഈ പച്ച എന്ന് പറയുന്നത് ഒരു പൊട്ട് പോലെയുള്ളൂ, കുറച്ച് കോർത്തിട്ടുള്ളൂ. കൂടുതലും വെള്ളയായിട്ടാണ് കാണുന്നുണ്ടായിരുന്നത്. പിന്നെ 2 തിരുമുടി മാലകളുണ്ട്. ആദ്യത്തേത്, അതായത് ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ മുഴുവനായിട്ടും തെച്ചിയിരുന്നു. നല്ല തടിച്ചുരുണ്ടിട്ടുള്ള തെച്ചി കൊണ്ടുള്ള ഒരു ഉണ്ടമാലയാണ്. അതിൻ്റെ താഴേക്ക് എത്തുമ്പോൾ കുറച്ച് തുളസി കോർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭൂരിഭാഗവും തെച്ചിയാണ്, നല്ല ചുവപ്പ് നിറത്തിലാണ്. പിന്നെ ഒരു ഉണ്ടമാലയിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, താമരയുണ്ട്. അതായത് ആദ്യം തുളസി, പിന്നെ താമര, പിന്നെ തെച്ചി, പിന്നെ താമര, പിന്നെ തുളസി. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിരിക്കുക. അതായത് തുളസിയുടെ ഉള്ളിൽ താമര, അതിൻ്റെ ഉള്ളിൽ കുറച്ച് തെച്ചി. അങ്ങനെയാണ് ആ ഒരു രണ്ടാമത്തെ ഉണ്ടമാല ഉണ്ടായിരുന്നത്. അതിന് നടുക്കാണ് ഭഗവാൻ നിൽപ്പുണ്ടായിരുന്നത് കേട്ടോ. താമര യഥാർത്ഥ ഒരു താമരയാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ ശംഖും ചക്രവും സ്വർണത്തിൻ്റെയാണ്. ഗദ ഒരു കുഞ്ഞു ഗദ ചാർത്തിയിരിക്കുക. ശിരസിൽ കിരീടമൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഗോപിതിലകൊക്കെ ഉണ്ട്. വലിയ കാതുപൂക്കളാണ്. അത് കുറച്ചിങ്ങനെ ഉയർന്നിരിക്കണ പോലെ തോന്നും കേട്ടോ മുകളിലേക്ക്. കാരണം ഈ 2 കൈകളിൽ ശംഖും ചക്രമൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ അത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് കുറച്ച് ഉയർന്നിരിക്കണ പോലെ തോന്നിയിരുന്നു ഇന്നലെ. പിന്നെ 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ഒരു വളയം പോലത്തെ മാലയുണ്ട്, പിന്നെ വേറെ 2 മാലകൾ, പിന്നെ കഴുത്തിൽ ഒരു ഗോപിതിലകം കൂടെ, പിന്നെ കൈവളകളും തോൾവളകളൊക്കെ അണിഞ്ഞിട്ട് അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട്, പിന്നെ അരയ്ക്ക് കീഴ്പോട്ട് ഈ മത്സ്യത്തിൻ്റെ രൂപത്തിലാണ് ആ വാലൊക്കെ ഇടത്തെ ഭാഗത്ത് നല്ല ഭംഗിയിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ മത്സ്യാവതാരം പൂർത്തിയായിട്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് നിൽക്കുന്ന ഗുരുവായൂരപ്പനായിരുന്നു കേട്ടോ. മത്സ്യാവതാരം എന്ന് പറയുന്നത്, മത്സ്യമൊക്കെ അറിവിൻ്റെ പ്രതീകമാണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതായത് വേദങ്ങളെയൊക്കെ വീണ്ടെടുക്കുകയാണ് ചെയ്തത്. സത്യവ്രതനെ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സത്യവ്രതനെ എല്ലാ കാര്യങ്ങളും അറിയിക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു മത്സ്യപുരാണം, അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അറിവിൻ്റെ മൂർത്തിയാണ് മത്സ്യാവതാരമൂർത്തി. അപ്പോൾ എല്ലാവർക്കും നല്ല അറിവും ഉണ്ടാകട്ടെ. മത്സ്യാവതാരത്തെ നന്നായിട്ട് സ്തുതിച്ചോളൂ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഭഗവാനെ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ ഭഗവാനെ, നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ച് നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ. ഗണപതിക്ക് നല്ല പച്ച നിറത്തിലാണ് ഉടയാടി ഉണ്ടായിരുന്നത്. സ്വർണത്തിൻ്റെ കസവുകളൊക്കെ നല്ല തിളക്കമുണ്ട് കേട്ടോ. പിന്നെ അത് കൂടാതെ അരയിലൊരു കസവ് മുണ്ട് കൊണ്ട് ചുറ്റിയിട്ടുണ്ട്. പിന്നെ വേറൊരു കസവ് മുണ്ട് കൊണ്ട് ഒരു ഉത്തരീയം പോലെ ഇങ്ങനെ കഴുത്തിലൂടെ അണിഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല വലിയൊരു സ്വരൂപത്തിലിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. ആ ഉത്തരീയൊക്കെ അണിയുമ്പോൾ ഒരു വലിപ്പം തോന്നുമല്ലോ. അപ്പോൾ വലിയൊരു ഗണപതിയായിട്ട് ഇരിക്കുന്ന പോലെയാണ് ഇന്നലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. വലിയൊരു മാല കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ.
പിന്നെ തുമ്പിയിൽ ഒരു ലഡു പോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അത് കൂടാതെ നെറ്റിയിൽ ഒരു കമ്മൽ പോലെയാണ് ഇങ്ങനെ പൊട്ട് വെച്ചിരിക്കുന്നത്. അതൊരു ചുവന്ന മഴത്തുള്ളി ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കമ്മൽ കാതിലണിഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. അതാണ് നെറ്റിത്തടത്തിൽ വെച്ചിട്ടുള്ളത്. പിന്നെ കാതിലാണെങ്കിലോ വലിയ കമ്മലാണ്. ആ കാതുകൾ മുഴുവനായിട്ട് ഏകദേശം മറഞ്ഞിരിക്കുന്ന പോലെ അത്രയും വലിപ്പത്തിലുള്ള കമ്മലുകൾ അണിഞ്ഞിരിക്കുന്നത്. അത് നല്ല കല്ലുകളൊക്കെ പതിപ്പിച്ചിട്ടുള്ള കമ്മലാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ 2 തോളുകളിലും ഒരു പ്രത്യേക അലങ്കാരമൊക്കെ ഉണ്ട്. അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കിരീടം ചാർത്തിയിരിക്കുകയാണ്. തട്ടുകളായിട്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നെറ്റിത്തടത്തിൽ നിന്ന് തുടങ്ങുന്ന ഭാഗത്തായിട്ട് ഒരു പച്ചപാലയ്ക്ക മാല കൊണ്ട് ഒരു പ്രത്യേക അലങ്കാരമുണ്ട്. പിന്നെ ഓരോ തട്ടുകൾക്ക് മുകളിലായിട്ടും ഇതേപോലെ ഇങ്ങനെ അലങ്കാരങ്ങൾ വെച്ചിട്ട് ഏറ്റവും മേലെ ഒരു സ്വർണ്ണപ്പൊട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ സർവാഭരണ വിഭൂഷിതനായിട്ട് നല്ല വലിപ്പമുള്ള സ്വരൂപത്തോട് കൂടിയിരിക്കുന്ന ഗണപതിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും മനസ്സുകൊണ്ട് ഒന്ന് ഏറ്റുമുട്ടോളൂ. ഇനി നമുക്ക് ഭഗവതി അമ്മേനെ കാണാനായിട്ട് വരാം കേട്ടോ. ഭഗവതി അമ്മ സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ചുവന്ന പട്ടുടയാടെയാണ് അണിഞ്ഞിരിക്കുന്നത്. പിന്നെ അരയിൽ കിങ്ങിണിയൊക്കെ കിട്ടുന്ന പോലെ ഒരു ചുവപ്പും വെളുപ്പും നിറത്തിലുള്ള കല്ലുകൾ പതിപ്പിച്ച ഒരു മാല ഇങ്ങനെ അരഞ്ഞാണം പോലെ കിങ്ങിണി പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. കാരണം ചുവന്ന പട്ടാണ്, ചുവപ്പ് കല്ലും വെളുപ്പ് കല്ലുകളും ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയിലാണ് അരയിൽ കാണുന്നത്. പിന്നെ 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. അതിലും ഇത് വെളുപ്പും ചുവപ്പും പച്ചയും ഒക്കെ കല്ലുകളുള്ള 3 മാലകളാണ്. അതിലൊരു മാല ഇങ്ങനെ ആലില ഉണ്ടല്ലോ, അതിന്റെ ഷേപ്പിൽ നിറയെ ആലിലകൾ ഇങ്ങനെ കുറത്ത പോലത്തെ ഒരു മാല, അതാണ് ഒരെണ്ണം. പിന്നെ കല്ലുകളൊക്കെ പതിപ്പിച്ച വേറെ 2 മാലകൾ. കാതുകളിൽ പൂക്കളാണ് വെച്ചിരിക്കുന്നത്. ചുണ്ടൊക്കെ നല്ല കരിഞ്ചുവപ്പ് നിറത്തിലാണ് കേട്ടോ. പിന്നെ പൊട്ട്, ഈ ചാന്ത് പൊട്ടൊക്കെ തൊടില്ലേ നമ്മൾ പണ്ടൊക്കെ, ഇപ്പോഴും തൊടുന്നവരുണ്ട്, ഈ കുപ്പിയിലുള്ള ചാന്ത് പൊട്ട്. അതുകൊണ്ടൊരു പൊട്ട് തൊട്ടാൽ എങ്ങനെ ഇരിക്കും, അതേമാതിരിയാണ്. നല്ല കരിഞ്ചുവപ്പ് നിറത്തിലൊരു പൊട്ടുണ്ട്. അതിനു മുകളിലൊരു സ്വർണ്ണപ്പൊട്ട്, അതിനു മുകളിലൊരു സ്വർണ്ണഗോപിയും വെച്ചിട്ടുണ്ട് ഭഗവതി അമ്മ. അപ്പോൾ ഒരു പ്രത്യേക തരം ആ ഒരു നെറ്റിത്തടൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി കേട്ടോ. ആ ചാന്ത് പൊട്ടൊക്കെ അങ്ങനെ തോന്നിയപ്പോൾ, അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കിരീടത്തിന് പകരമായിട്ട് ചെറുതായി ഒന്ന് ചാർത്തിയിട്ട് അവിടെ നല്ല ഭംഗിയിലൊരു കാശുമാല ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിന് മുകളിലായിട്ട് ഒരു സ്വർണ്ണപ്പൊട്ടും കൂടെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഒരു ചെറിയ സ്വരൂപമാണ്, പക്ഷെ എല്ലാതും അലങ്കരിച്ചിട്ട് സുന്ദരിയായിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഭഗവതി അമ്മയുടെ ആ ഒരു രൂപം നന്നായി എല്ലാവരും മനസ്സിൽ കണ്ടോളൂ, നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഭഗവതി അമ്മേനെ ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് അയ്യപ്പനെ ഒന്ന് തൊഴുത്തിട്ട് വരാം. അയ്യപ്പൻ നല്ല കറുപ്പ് നിറത്തിലുള്ള ഉടയാടയാണ് അണിഞ്ഞിരിക്കുന്നത്. പിന്നെ നല്ല മഞ്ഞ പട്ടുകൊണ്ട് അരയിൽ ചുറ്റിയിട്ടുണ്ട്. കറുപ്പ് നിറത്തിൽ സ്വർണ്ണത്തിന്റെ ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് ഉടയാട. പിന്നെ 2 മാലകൾ അണിഞ്ഞിരിക്കുന്നത്. അത് ചുവടെയുള്ള ഒരു മാല കാശുമാലയാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ആദ്യം അണിഞ്ഞിരിക്കുന്ന കഴുത്തിന് ചുവടെയായിട്ടുള്ള ഒരു മാല സ്വർണ്ണ പൂക്കൾ കൊണ്ടുള്ള മാലയാണ്. ഈ പൂക്കൾ ഒട്ടിച്ച് വെച്ചിരിക്കുകയല്ല, ചെറിയ ചെറിയ പൂക്കൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു മാല തന്നെയാണ് അണിഞ്ഞിട്ടിരിക്കുന്നത്. അങ്ങനെ 2 മാലകളുണ്ട്. പിന്നെ 2 തോളുകളിലും സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. വലിയ സ്വർണ്ണപ്പൊട്ടുകളാണ് കേട്ടോ. കാതുകളിലുള്ള സ്വർണ്ണപ്പൊട്ടും അത് നല്ല വലിപ്പമുള്ളതാണ്. പിന്നെ നല്ല ഭംഗിയുള്ള മുഖച്ചാർത്തോടൊക്കെ കൂടിയിട്ട് ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപി ഉണ്ട്. കിരീടത്തിന്റെ അവിടെ ചെറുതായി ചാർത്തിയിട്ട് വൃത്താകൃതിയിൽ 2 ചാർത്തലുണ്ട്. അതിന് മുകളിലായിട്ട് 2 സ്വർണ്ണപ്പൊട്ടുകൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിട്ട് ചുവടെയുള്ളത് വലുത്, അതിന് മുകളിൽ ചെറിയൊരു സ്വർണ്ണപ്പൊട്ട്. അങ്ങനെയാണ് കിരീടം ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയിലിരിക്കുന്ന മുഖച്ചാർത്തൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അയ്യപ്പൻ്റെ സുന്ദരനായിട്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടോളൂ, നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. അയ്യപ്പൻ്റെ മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് സംശയങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ആദർശ് ആദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ID എന്ന് വന്നിട്ടുള്ള ചോദ്യമാണ്, ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത്രയേ ഉള്ളൂ, വേറൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. ശരിക്കും ഇതിൻ്റെ ഉത്തരങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണ്ടേ, നമ്മൾ സ്വയമാണ് കണ്ടുപിടിക്കണ്ടേ. എങ്ങനെയാണെന്നറിയോ, ഈ പരീക്ഷണങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വരുന്നതെന്ന് നോക്കാം. നമ്മൾ നമ്മുടെ ഗുരുവായൂരപ്പനെ വെറും ഒരു കല്ലായിട്ട് അല്ലെങ്കിൽ ഒരു ശിലയായിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് യാതൊരു പരീക്ഷണം ഉണ്ടായിരിക്കില്ല. നേരെ മറിച്ച് നമ്മൾ ഭക്തിയോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ടാണ്, നമ്മുടെ സംരക്ഷകനാണ്, നമ്മുടെ ഗാർഡിയനാണ് ഭഗവാൻ, നമ്മൾ ഭഗവാന്റെ അടുത്ത് സമ്മതിക്കുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. പലർക്കും അനുഭവമുള്ള കാര്യമാണ്. പല തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് ഭഗവാൻ തരിക. അതൊക്കെ നമ്മുടെ മനോഭാവത്തിനനുസരിച്ചാണ്. നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ കാണുന്നത് അതിനനുസരിച്ചാണ് പരീക്ഷണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുക. റബ്ബർ ബന്ദിന്റെ കാര്യം പറഞ്ഞോളൂ, നമ്മൾ എത്ര ശക്തിയിൽ അങ്ങോട്ട് എറിയുന്നോ അതേ ശക്തിയിലാണ് തിരിച്ചു വരിക. അത് പ്രാർത്ഥനയാണെങ്കിലും ഭഗവാനോടുള്ള എന്തും നമ്മുടെ ഭഗവാനോട് ഇടപഴകുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് തിരികെ ലഭിക്കുക. അപ്പോൾ പരീക്ഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു കുട്ടി, ചെറിയൊരു കുട്ടിയാണ് നമ്മുടെ മക്കളുടെ അടുത്ത്, അവരിങ്ങനെ ഓടി കളിക്കുകയെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ പറയും എന്താണ്, ഓടി കളിക്കരുത്, വീഴും, കാൽമുട്ട് പൊട്ടും എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അത് എന്തുകൊണ്ടാണ്?
അവർ വീഴും എന്നുള്ള ഒരു കാര്യം, അവർക്ക് വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും, മുറിവ് പറ്റും എന്നുള്ള കാര്യം അവരെയൊക്കെ കൂടുതൽ നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ ഗുരുവായൂരപ്പനും നമ്മുടെ കാര്യങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ ഭഗവാൻ അറിയാം. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പോൾ ഓടി കളിക്കരുതെന്ന് മാത്രമേ കുട്ടികൾക്ക് മനസ്സിലാവുള്ളൂ. അത് അവരുടെ സന്തോഷത്തിനെ കെടുത്താൻ വേണ്ടിയിട്ടാണെന്നാണ് കുട്ടികൾ വിചാരിക്കുക. അല്ലാതെ ഇതിന് പുറകിലുള്ള കാര്യം അവർ ചിന്തിക്കില്ല. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യം വിചാരിക്കും എന്താ ഭഗവാൻ ഇങ്ങനെ ചെയ്തേ, അങ്ങനെയല്ലേ വിചാരിക്കുക. ഒരിക്കലും വിചാരിക്കരുത്. അതിന് പുറകിലെ ഒരു നന്മയുണ്ടാകും. അത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ പരീക്ഷണങ്ങൾ എടുക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു കാര്യം ആ കുട്ടികൾ അനുസരിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് പിന്നെയും വേറൊരു സന്ദർഭം വരുമ്പോൾ അന്ന് പറഞ്ഞ കുട്ടികൾ അനുസരിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെയും നമുക്കിങ്ങനെ ഉപദേശങ്ങൾ കൊടുക്കാം. നല്ല നല്ല ഉപദേശങ്ങൾ കേട്ടോ. ഉപദേശങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. എപ്പോഴും പോയിട്ട് കുട്ടികളുടെ അടുത്ത് ഉപദേശങ്ങൾ പറയരുത്. സന്ദർഭത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് പിന്നെയും പറയാൻ തോന്നും. അതേപോലെ തന്നെയാണ് നമ്മൾ ഭഗവാന്റെ അടുത്ത്, ഭഗവാൻ നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെയും ഭഗവാൻ നമ്മുടെ അടുത്ത് പറയും. അതായത് പിന്നെയും പരീക്ഷണങ്ങൾ ലഭിക്കും. അല്ലെങ്കിൽ വിട്ടുകളയല്ലേ നമ്മൾ ചെയ്യുള്ളൂ. നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്തവരുടെ അടുത്ത് നമ്മൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഇല്ല, നമ്മൾ കുറച്ചൊക്കെ പറയും, പിന്നെ നമ്മൾ വിട്ടുകളയും. അതേപോലെ തന്നെയാണ് നമ്മൾ ഭഗവാനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഭഗവാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാനെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങും. അപ്പോൾ പിന്നെയും നമുക്ക് പരീക്ഷണങ്ങൾ വരും. ശരിക്കും പരീക്ഷണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ വിജയിക്കണം. ഇപ്പോൾ ഒരു പരീക്ഷയായിട്ട് സങ്കല്പിക്കുക ഈ പരീക്ഷണത്തിന്. പരീക്ഷകൾ നമ്മൾ എന്തിനാണ് എഴുതുന്നത്? നമ്മൾ ഉയർന്ന തലത്തിലേക്ക്, അതായത് നമുക്കൊരു പ്രൊമോഷൻ വേണം. അതിന് നമ്മൾ എലിജിബിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരീക്ഷ എഴുതുന്നത് എപ്പോഴും വിജയിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ തോൽക്കാൻ വേണ്ടിയിട്ട് ആരും പരീക്ഷ എഴുതില്ലല്ലോ. അതേപോലെ തന്നെ പരീക്ഷണങ്ങളും വിജയിക്കാൻ വേണ്ടിയിട്ടാണ്, തോൽക്കാൻ വേണ്ടിയിട്ടേ അല്ല. അപ്പം എന്തൊക്കെ പരീക്ഷണങ്ങൾ നമുക്ക് വരികയാണെങ്കിലും അതിന് പുറകിൽ ഒരു നന്മ ഭഗവാൻ കാണുന്നുണ്ട് എന്നുള്ള ചിന്തയിലെടുക്കുക. ഒന്നിനെയും പഴിക്കാതിരിക്കുക. അപ്പം നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഭഗവാനെ നമ്മൾ ഭഗവാനായിട്ട് കാണണം, വെറും ശിലയായിട്ട് കാണരുത്. അപ്പോഴാണ് ഈ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാനും അതിലൊക്കെ വിജയിക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ് ഈ പരീക്ഷണങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരിക. അതായത് ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ വീഡിയോൻ്റെ ചൂടായിട്ട് ഒരു കമൻറ്റ് കണ്ടു കേട്ടോ. അത് വായിച്ചപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഒപ്പം തന്നെ അതും കൂടെ പറയാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ചിടെയായിട്ട് ഈ കഥകളൊക്കെ കേൾക്കുന്നുണ്ട്, ഭഗവാനോട് നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാൻ എൻ്റെ ജീവിതത്തിലും കൂടെ ഇടപെട്ടു തുടങ്ങി എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഭക്ത കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വായിച്ചപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നിട്ടോ. അതായത് ഭഗവാന്റെ ആ കുഞ്ഞു കുഞ്ഞു ഇടപെടലുകൾ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ? ഭഗവാൻ കൂടെ ഉണ്ട്. അപ്പോൾ പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാലും കൂടെ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ഭഗവാനെ കാണുന്നത് ഭക്തിയോട് കൂടിയിട്ടാണ്, വിശ്വാസത്തോട് കൂടിയിട്ടാണ്. നമ്മുടെ സംരക്ഷണമാണ് ഭഗവാൻ. നമുക്ക് എല്ലാം ചെയ്തു തരുന്ന ആ ഗാർഡിയനാണ് ഭഗവാൻ, നമ്മുടെ എല്ലാമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ചിന്തകളുള്ളവർക്ക് മാത്രമേ ഈ പരീക്ഷണങ്ങൾ ഉണ്ടാകുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മളെ പരീക്ഷിക്കും, ഭഗവാനായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. എന്ത് പരീക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ സന്തോഷിക്കുക. അതിൻ്റെ പുറകിൽ ഒരു നന്മയുണ്ട്, ഭഗവാൻ നമുക്ക് കാത്തു വെച്ചിരിക്കുന്ന ഒരു നന്മയുണ്ട് എന്ന് പരീക്ഷണങ്ങളെ കാണുക. അടുത്തത് ഗോപിക സി എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. നാരായണീയം വാങ്ങിയിട്ട് പൂജാമുറിയിൽ കൊണ്ടുവച്ചു, അന്ന് തന്നെ വിഗ്രഹവും പൊട്ടിപ്പോയി. അതായത് നമ്മുടെ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത്. പക്ഷെ കുട്ടിക്ക് കൊടുത്തതാണ് ഈ ഒരു വിഗ്രഹം. വാശി പിടിച്ച് ചെറിയ കുട്ടിയായിരുന്നിരിക്കേ. അപ്പം അറിയാതെ അബദ്ധവശാൽ അത് താഴെ വീണ് പൊട്ടി. അങ്ങനെ പൊട്ടൊന്നും വിചാരിച്ചില്ല. പക്ഷെ പൊട്ടിയപ്പോൾ ഗോപികയ്ക്ക് സങ്കടമായി. അപ്പോൾ ആകെ പരിഭ്രമായി. അപ്പോൾ ചോദിച്ചിരിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ദോഷമൊന്നുമില്ല. നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നല്ല മനസ്സോട് കൂടി ചിന്തിക്കുക. എന്നാലാണ് അതിന് നല്ല ഉത്തരങ്ങൾ കിട്ടുള്ളൂ. നമ്മൾ ദുഷിച്ച മനസ്സ് അല്ലെങ്കിൽ ചീത്ത മനസ്സോട് കൂടി ചിന്തിക്കുകയാണെങ്കിൽ അതിന് ചീത്ത പ്രതിവിധി അല്ലെങ്കിൽ ചീത്ത ഉത്തരമൊക്കെ കിട്ടുക. അപ്പം നല്ല മനസ്സോട് കൂടെ ചിന്തിക്കുക കേട്ടോ. അതിൻ്റെ കാരണം കൂടെ പറയാം. അപ്പോൾ ആദ്യം ഇപ്പോൾ പൊട്ടിയ വിഗ്രഹം ഏതെങ്കിലും രീതിയിൽ നമ്മൾ അത് ഒന്നുകിൽ പുഴയിലോ അല്ലെങ്കിൽ സമുദ്രത്തിലോ കൊണ്ടുപോയി ഒഴുകുക. ഒഴുകുന്ന വെള്ളത്തിലാണ് അത് ഉപേക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ കൊണ്ടു ചെല്ലേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഒരു പുതിയ വിഗ്രഹം വാങ്ങിയിട്ട് പൂജാമുറിയിൽ വെക്കുക. കാരണം ഭഗവാനെ നാരായണീയൊക്കെയല്ലേ കൊണ്ടുവന്ന് സമർപ്പിച്ചത്. അപ്പോൾ ഭഗവാൻ നമ്മളടുത്ത് പലതരത്തിൽ മനസ്സിലാക്കി തരിക. അതായത് വിഗ്രഹത്തിൽ മാത്രമല്ല ഞാനുള്ളത്, നാരായണീയത്തിലും ഞാൻ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് തല്ലി പൊട്ടിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ചിലപ്പോൾ ഭഗവാനെ ഇപ്പോൾ തല ഓടിയിട്ടാവും നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കി തരാം. ചിലപ്പോൾ നല്ല തല്ല് തന്നിട്ടാവും മനസ്സിലാക്കി തരാം. അത് ഇപ്പോൾ തല്ല് കിട്ടുകയാണെങ്കിലും അത് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി.
അപ്പോൾ നമ്മുടെ സങ്കടമൊക്കെ മാറും. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ടായിരിക്കുക, ഞാൻ ഈ ഒരു വിഗ്രഹത്തിൽ മാത്രമല്ല ഉള്ളിടത്ത്, എല്ലായിടത്തും ഉണ്ട്. ഈ നാരായണീയത്തിലും ഞാൻ തന്നെയാണ്. നാരായണീയം കൊണ്ടുവന്നപ്പോഴല്ലേ ഈ വിഗ്രഹം പൊട്ടിയത്, അതിന് മുന്നേ ഒന്നും പൊട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഈ രീതിയിൽ വ്യാഖ്യാനിച്ചു നോക്കൂ, നല്ല സമാധാനം ഉണ്ടാകും. അപ്പോൾ ടെൻഷനൊന്നും ആവണ്ട കേട്ടോ, യാതൊരുവിധ പരിഭ്രമവും വേണ്ട. ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് നമ്മൾ നല്ല മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാകും. അപ്പോൾ നാരായണീയത്തിലും ഭഗവാനുണ്ട്, അതാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇനി പുതിയൊരു വിഗ്രഹമൊക്കെ വാങ്ങിക്കുക. അപ്പോൾ എന്തായാലും വിഗ്രഹം പൊട്ടിയത് കൊണ്ടൊരു സങ്കടം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് മാറ്റാനായിട്ട് പഴയതിനേക്കാൾ നല്ല കുറേ മാലകളൊക്കെ അണിഞ്ഞിട്ടുള്ള ഭഗവാൻ അലങ്കാരപ്രിയനാണല്ലോ. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയുള്ള, ഭഗവാൻ തന്നെ പറയും, എനിക്ക് നാരായണിയൊക്കെ കൊണ്ടുവന്ന് വെച്ചതല്ലേ, അപ്പോൾ എനിക്ക് ഈ പഴയ സ്വരൂപമൊന്നും വേണ്ട, എനിക്ക് പുതിയൊരു സ്വരൂപം വേണമെന്ന് ഭഗവാൻ ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും അത് ഉടച്ച് കളഞ്ഞിട്ടുണ്ടായിരിക്കുക. അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. അപ്പോൾ പുതിയൊരു വിഗ്രഹമൊക്കെ വാങ്ങുക, നല്ല ഭംഗിയുള്ള, പഴയതിനേക്കാൾ ഭംഗിയുള്ള നിറയെ മാലകളൊക്കെ അണിഞ്ഞിട്ടുള്ള വിഗ്രഹമൊക്കെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഈ നാരായണീയം ഭഗവാനെ കേൾപ്പിച്ചു കൊടുക്കുക, വായിച്ച് കേൾപ്പിക്കുക. ഇടയ്ക്ക് ഭഗവാന്റെ മുഖത്തൊന്ന് നോക്കുക, ഭഗവാൻ നിന്നിട്ട് ചിരിക്കുന്നുണ്ടാകും. ഞാനന്ന് തല്ലി പൊട്ടിച്ചിട്ടുകൊണ്ടല്ലേ ഇപ്പം അതിനേക്കാൾ ഭംഗിയുള്ള വിഗ്രഹത്തിന് മുന്നിൽ നിന്നിട്ട് ഇതുപോലെ ചൊല്ലാനായിട്ട് സാധിച്ചത് എന്ന് ഭഗവാൻ നമ്മുടെ അടുത്ത് പറയും. അതൊക്കെ കേൾക്കണം നമ്മൾ. അപ്പം എന്താവണം, നമ്മുടെ മനസ്സ് ആദ്യം ശുദ്ധമാകണം. എവിടെയും ദോഷമുണ്ടോ അങ്ങനെയുള്ള ചിന്തകളൊന്നും പാടില്ല. അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് സാധിക്കുള്ളൂ, ഇതൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം അങ്ങനെ ചിന്തിച്ചോളൂ കേട്ടോ, യാതൊരുവിധ ദോഷവും ഇല്ല. അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാലും അങ്ങനെ പറയുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, നാരായണീയത്തിലും ഭഗവാൻ തന്നെയാണ് ഉള്ളത്. ഭഗവാൻ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അത് ഈ രീതിയിൽ ഭഗവാൻ നടത്തിയെടുത്തു, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ സന്തോഷമായിട്ടിരിക്കുക, യാതൊരുവിധ പരിഭ്രമവും ഗോപികയ്ക്ക് വേണ്ട. അടുത്തത് ഷാനി മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. സപ്തമാതൃക്കൾ എവിടെയാണെന്നുള്ളത് ഞാൻ ഇന്നലെ അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്തമാതൃക്കളുടെ മുന്നിൽ വെച്ചിട്ടാണ് ആ ഭക്തയെ കണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സപ്തമാതൃക്കൾ ഉള്ളത് നാലമ്പലത്തിനകത്ത് നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴുത് ഇങ്ങനെ നീങ്ങൂലോ. അപ്പോൾ തിടപ്പള്ളി കഴിഞ്ഞ ഉടനെ ഗണപതി അടുത്തേക്ക് എത്തുന്നതിന് മുൻപായിട്ടാണ് സപ്തമാതൃക്കളെ കാണുക കേട്ടോ. അവിടെയാണ് ഉള്ളത്. ആ തെക്ക് ഭാഗത്ത്, ശ്രീകോവിലിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് സപ്തമാതൃക്കളുള്ളത്. പിന്നെ വരുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. പിന്നെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഷീല കേരളീയൻ, ആ ഒരു ID എന്നാണ് വന്നിരിക്കുന്നത്. താലി പൂജ ചെയ്യാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം അതുകൂടെ പറയാം. ഇപ്പോൾ താലിപൂജ നമ്മൾ വിവാഹത്തിന് മുന്നോടിയായിട്ടാണ് താലിപൂജയൊക്കെ നടത്തുക. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ളവർ, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അത് ചീട്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാട് തന്നെയാണ് കേട്ടോ. കൗണ്ടറിൽ പോയി കഴിഞ്ഞിട്ട് താലിപൂജയ്ക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ട് ചീട്ടാക്കുക. 100 രൂപയാണ് അതിന് തുകയായിട്ട് വരുന്നത്. എന്നിട്ട് ആ റെസീറ്റും താലിയുമായിട്ട് നാലമ്പലത്തിനകത്താണ് മേൽശാന്തി ഇരിക്കേണ്ടാവുക. ആ സ്ഥലമൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. പടിഞ്ഞാറ് ഭാഗത്തായിട്ട്, അതായത് ഗണപതിയെ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ മേൽശാന്തി ഇരിക്കുന്നത് കാണാം. അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ അദ്ദേഹം പൂജിച്ച് തരുന്നതായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ മേൽശാന്തി ഇല്ലാത്ത സമയത്ത് അവിടെ വേറെ ഒതുക്കന്മാർ ആരെങ്കിലും ഉണ്ടായിരിക്കും. അപ്പോൾ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാലും താലിപൂജ നടത്താനായിട്ട് സാധിക്കും. അപ്പം മുൻകൂട്ടി തന്നെ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക. അപ്പോൾ വിവാഹമുള്ള ദിവസം തന്നെ നാലമ്പലത്തിനകത്തേക്ക് കയറണമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്തിൻ്റെ ഒരു ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി ചെയ്തു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കൊരു ആ ഒരു സമയത്ത് ഒരു ധൃതി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നാലമ്പലത്തിനകത്ത് താലിയും ആ ഒരു റെസീറ്റും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ താലിപൂജ ചെയ്യാനായിട്ട് സാധിക്കും. 100 രൂപയാണ് അതിന് റെസീറ്റ് ആക്കാനായിട്ട് വരുന്നത്. അടുത്തത് സുഷമ എന്ന പേരുള്ള ഒരു വീട്ടമ്മയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. 4 മക്കളുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ വാടക വീട്ടിലാണ് താമസം. വീട് പണി നടക്കുന്നുണ്ട്, പക്ഷെ അത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പൈസ ഉണ്ട്, പക്ഷെ വീട്ടിലേക്ക് ഇറക്കാനായിട്ട് പൈസ ഇല്ല. അത് നടക്കണില്ല. അതെന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നല്ല കേട്ടോ, അതിന് എന്ത് വഴിപാടാണ് വേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വീട് വെക്കാനായിട്ടേ സാധാരണ വീടെടുത്തിട്ട് പ്രാർത്ഥിച്ചു വെക്കും. ആൾരൂപം എടുത്ത് വെക്കുന്ന ഭാഗത്ത് വീടിൻ്റെ ഒരു രൂപമുണ്ട്. അതെടുത്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഭഗവാന്റെ അടുത്ത് പറയുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ വീടെടുത്ത് നന്നായി പ്രാർത്ഥിച്ചിട്ട് അവിടെ തന്നെ സമർപ്പിക്കാം. യഥാശക്തി എന്തെങ്കിലും ഒരു തുക വഴിപാടിടാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ ചെയ്യാം കേട്ടോ. ഇത് സാധാരണ വീടിന് വേണ്ടി ചെയ്ത് കാണാറുണ്ട്. അപ്പോൾ അത് ചെയ്തോളൂ, നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ ഇപ്പോൾ ഇഷ്ടമുള്ള വഴിപാടുകൾ എന്ന് പറയുമ്പോഴേ, ഇപ്പോൾ ബാണയുദ്ധമൊക്കെ നടത്താം. അത് കാര്യവിജയത്തിന് വേണ്ടിയിട്ടാണ്, ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാനെ ഞങ്ങൾക്ക് ആ ഒരു വീട് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയായിട്ട് ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു വഴിപാട് ചെയ്യാട്ടോ. അപ്പോൾ ഏത് വഴിപാടാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനയ്ക്കാണ് പ്രധാനം. ഇതെല്ലാത്തിൻ്റെ ഒരു വാല് പോലെ ഞാൻ പറയും. കാരണം അത് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിന്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആ ഒരു സമർപ്പണത്തിനാണ് പ്രാധാന്യം. അതാണ് ഭഗവാൻ ശ്രദ്ധിക്കുന്നത്.
വിശ്വാസത്തോട് കൂടിയിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. ഇതേ പ്രശ്നം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ തന്നെ സബ്സ്ക്രൈബേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, വാടക വീട്ടിലാണ് താമസം, എന്താണ് ചെയ്യേണ്ടത്, ഒരു വീട് ലഭിക്കാനായിട്ട് അവരുടെ ഒരു സ്വപ്നമാണത്. അപ്പം ഇതേ ഉത്തരം തന്നെയാണ് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് കേട്ടോ. ഭഗവാന്റെ അടുത്ത് പറയുക, ഭഗവാന് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. നന്നായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ വീടെടുത്ത് പ്രാർത്ഥിച്ചു വെക്കാം. പിന്നെ ഇഷ്ടമുള്ള വഴിപാടുകൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ സമർപ്പിക്കാം കേട്ടോ. അപ്പം അങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങും. ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു വീട് പണി പൂർത്തിയാക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് നാമജപവും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം 2,27,324 നാമങ്ങളാണ് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചത്. എല്ലാവരും നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളും. പിന്നെ ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും പുതിയ സംശയങ്ങളുണ്ടെങ്കിൽ അതും മറ്റുമെങ്കിലും ഒരു കഥയൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.